കർത്താവിന് മഹത്വം. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ചിന്ത 1 പത്രോസ് ലേഖനം 5:7 തന്നെയാണ്. നമുക്ക് ഇന്നലെ കുറച്ച് ഭാഗങ്ങൾ പഠിക്കുവാനിടയായി. ഒരിക്കൽ കൂടെ വാക്യം വായിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാരം ഒറ്റയ്ക്ക് വഹിച്ചുകൊണ്ട് നടക്കേണ്ട. എത്ര നിങ്ങളെ ബാധിക്കുന്ന വലിയ വിഷയങ്ങളാണെങ്കിലും, അത് സങ്കീർണമാകട്ടെ, ഗുരുതരമാകട്ടെ, നിങ്ങളെ ഭയപ്പെടുത്തുന്നതാകട്ടെ, മാനുഷികമായി പരിഹരിക്കാൻ കഴിയാത്തതാകട്ടെ, വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞതാകട്ടെ, വിദഗ്ധരായ ഡോക്ടേഴ്സ് നിങ്ങളെ ഉപേക്ഷിച്ചതാകട്ടെ, മെഡിക്കൽ സയൻസ് നിങ്ങളുടെ രോഗത്തിന് മുമ്പിൽ പരാജയപ്പെട്ടതാകട്ടെ, മറ്റെന്ത് വിഷയമാകട്ടെ, കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവത്തിന് ക്രിസ്തുവിൽ ആശിക്കുവാനും വചനത്തിൽ വിശ്വസിക്കുവാനും കർത്താവിൽ പ്രത്യാശ വെക്കുവാനും ആത്മാവിൽ ഉറയ്ക്കുവാനും വീണ്ടും ഈ ദൂതുകൾ നിങ്ങളെ ശക്തരാക്കി തീർക്കുവാനും ഒന്നുകൊണ്ട് ഇടയാക്കി തീർക്കും. തിരുസന്നിധി എന്നുള്ള ഈ ശുശ്രൂഷയിൽ കൂടി അനേകർ വിടുവിക്കപ്പെടുകയാണ്. കാഴ്ചപ്പാടുകൾ മാറുന്നു. കർത്താവ് പുതിയ ആത്മീയ വെളിപ്പാടുകൾ നൽകുന്നു. പരിശുദ്ധമായ ജീവിതങ്ങളെ നവീകരിക്കുന്നു. കുടുംബങ്ങളെ ആത്മാവിൽ ഉണർത്തുന്നു. ദൈവവചനത്തിലേക്ക് മടങ്ങുവാനും നൽകുന്ന ആഹ്വാനം ധാരാളം പ്രിയമുള്ളവർ സ്വീകരിക്കുന്നു. ഈ പ്രഭാത വചന സന്ദേശത്തിന്റെ ഒറ്റ ഒരു ചിന്ത എന്നുള്ളത് ക്രിസ്തുമായിട്ടുള്ള ആഴമേറിയ ഒരു ബന്ധം, ഇഴയടുപ്പം, വേർപിരിക്കാൻ കഴിയാത്ത ഒരു ജീവൽ ബന്ധം, ലോകത്തിൽ ഒരു ശക്തിക്കും മുറിച്ചു മാറ്റാൻ കഴിയാത്ത കർത്താവായിട്ടുള്ള സ്നേഹം, ഇതിനെയെല്ലാം ഉറപ്പിക്കുന്ന പുതിയ നിയമത്തിന്റെ സത്യങ്ങളാണ് ഈ മിനിറ്റുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായി ദൈവാത്മ നൽകിയ ഒരു നിയോഗം എന്നെ കേൾക്കുന്ന കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക്, ശ്രോതാക്കൾ ആരാണെങ്കിലും അവർക്ക് ഉണ്ടാകേണ്ട ഇഴയടുപ്പം ക്രിസ്തുമായി മാത്രമായിരിക്കണം. കർത്താവിനെ കൂടുതൽ അറിയുവാനും അനുഭവിക്കുവാനും അതിലൂടെ നമുക്ക് സംഭവിക്കുന്ന രൂപാന്തരം മാത്രമാണ് ഈ വചന പഠനത്തിന്റെ ഏക ലക്ഷ്യം. ഈ ശുശ്രൂഷയിൽ കൂടി ഒരു വ്യക്തിയല്ല പുറത്തു വരുന്നത്, ക്രിസ്തുവാണ് പുറത്തു വരുന്നത്. നിങ്ങളുടെ വിഷയം പരിഹരിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വീണ്ടും പറയട്ടെ, മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഭാരങ്ങൾ ഉണ്ടാകും. നിങ്ങൾ നേരിടുന്ന ക്രൈസിസുകൾ, ഓരോ ദിവസവും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചലഞ്ചസ്, കാരണം നാം എല്ലാവരും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ്. ഞാൻ നേരിടുന്ന വിഷയമല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ മറ്റു പലതുമായിരിക്കും. പക്ഷേ പരിഹരിക്കുവാൻ കർത്താവ് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് വചനം പറയുന്നു, മനുഷ്യനെ ആശ്രയിച്ചാൽ നാം ലജ്ജിച്ചു പോകും. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും അരുത്. അതുകൊണ്ട് നമ്മുടെ സഹായം ദൈവത്തിൽ നിന്ന് വരുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. 121 സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും വരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സഹായം വരുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന നന്മകൾ ഈ ദിവസങ്ങളിൽ വീണ്ടും വെളിപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കും. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമുള്ള, അത് മാനുഷികമാകട്ടെ, ഭൗതികമാകട്ടെ, ആത്മീകമാകട്ടെ, എന്തും അവിടെയെല്ലാം നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ, അത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും നിനയ്ക്കുന്നതിനേക്കാളും വിചാരിക്കുന്നതിനേക്കാളും അത്യന്തം പരമായി. എഫെസ്യർ ലേഖനം 3:20 ഇപ്പോൾ നാം കേട്ട വാക്യം. ചോദിക്കുന്നത് വേറെ, നനച്ചത് മറ്റൊന്ന്. ദൈവം ചെയ്തപ്പോൾ ചോദിച്ചതും നനച്ചതുമല്ല, അതിനേക്കാൾ ഉപരി ഏറ്റവും ശ്രേഷ്ഠമായി നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവം. എന്താണ് ഇന്നത്തെ ആവശ്യം? ഇസ്രായേൽ ജനം ചോദിച്ചു, ഈ മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? Can you furnish the table in the wilderness? എന്റെ ചോദ്യം നേരെ തിരിച്ചാണ്. ഈ മരുഭൂമിയിൽ മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഒരിക്കലും മിസ്രൈമിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് നിങ്ങളുടെ പദ്ധതിയോ, നിങ്ങളുടെ കാൽക്കുലേഷനോ, നിങ്ങളുടെ പ്ലാനിങ്ങോ, നിങ്ങളുടെ സ്ട്രാറ്റജിയോ നിങ്ങൾ കണ്ടെത്തിയ മാർഗമല്ല. ഊഴിയവേലയും അടിമപ്പണിയും ചാട്ടുമാറിനടിയും കൂലി കിട്ടാതെ നിലവിളിയും യാതനയും ദാരിദ്ര്യവും, മിസ്രൈമിലെ ജീവിതം ഒരു വലിയ അടിമത്തത്തിലാണ് ഇസ്രായേലിനെ കൊണ്ട് എത്തിച്ചത്. പക്ഷെ അവിടുന്ന് ദൈവം തന്നെ ജനത്തെ വിടുവിച്ചു, മിസ്രൈമിൽ നിന്ന് പുറത്തിറക്കി, ചെങ്കടൽ കടന്നു. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. ചെങ്കടൽ ഇസ്രായേൽ ജനത്തിന് ഒരു അത്ഭുതവും, പിന്നാലെ വന്ന ഫറവോന്റെ സൈന്യത്തിന്, മിസ്രൈമിലെ പടക്കൂട്ടത്തിന് അതൊരു അന്ത്യവുമായിരുന്നു. ചെങ്കടൽ കണ്ടപ്പോഴേ ഇസ്രായേൽ ജനം ചോദിച്ചു, ഞങ്ങളെ കൊല്ലുവാൻ കൊണ്ടുവന്നതാണ് ഇവിടെ, ഈ വെള്ളത്തിൽ ഞങ്ങൾ മുങ്ങിച്ചാകുകയാണ്. പക്ഷെ ആ വെള്ളം നിങ്ങളുടെ അന്ത്യമല്ല കുറിക്കുന്നത്, നിങ്ങളുടെ ശത്രുവിന്റെ അന്ത്യമാണ് ആ ചെങ്കടലിൽ സംഭവിച്ചത്. ജനം മരുഭൂമിയിലെത്തി. അവർക്കിപ്പോൾ ആവശ്യമുള്ള എല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. മന്നയുണ്ട്, മേഘസ്തംഭമുണ്ട്, അഗ്നിസ്തംഭമുണ്ട്, ദാഹജലമുണ്ട്. കൂടാരത്തിൽ ബാധകളില്ല. അവരുടെ ഗോത്രങ്ങളിൽ, വീടുകളിൽ, കുടുംബങ്ങളിൽ ബലഹീനരില്ല. ഒരു വ്യാധിയും അവരെ തൊടുന്നില്ല. മഹത്വത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമൂഹം. വീണ്ടും ചോദ്യങ്ങളാണ്. വീണ്ടും ദൈവത്തെ പരീക്ഷിക്കുകയാണ്. വീണ്ടും അനുസരിക്കുകയാണ്. അവർ ആവശ്യങ്ങൾ തീരുന്നില്ല. ഇറച്ചിയും കൂടെ തരുവാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, ഇപ്പോൾ എന്താണ് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? മരുവാസികൾക്ക് വേണ്ടി ദൈവം കൊണ്ടുവന്ന കാടപ്പക്ഷി കയ്യെത്തും ദൂരത്ത്, ഓരോ കൂടാരത്തിന് മുമ്പിലും ഓരോരുത്തർക്കും എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ അവരുടെ ചോദ്യത്തിന് മറുപടി, പ്രാർത്ഥനയുടെ മറുപടി, അവർ ആഗ്രഹിച്ചതിന് മറുപടി. അങ്ങ് ദൂരെയല്ല, അകലെയല്ല, കയ്യെത്തും ദൂരത്ത്. അതെ, നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളിൽ കരുതുന്നു. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി തീർക്കുമെന്ന് ഫിലിപ്പിയ ലേഖനം 4:19 പൗലോസ് പറയും. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായി, ഭാഗികമായിട്ടല്ല, കുറേശ്ശെയല്ല, അല്പമായിട്ടല്ല, കർത്താവ് ചെയ്യുമ്പോൾ അമർത്തി കുലുക്കി കവിയുന്ന വലിയൊരളവ് നിങ്ങളുടെ മടിയിൽ, എന്റെ പക്കൽ, എന്റെ വീട്ടിൽ, എന്റെ അതരത്തിൽ, എന്റെ നാവിൽ, എന്റെ ലൈഫിൽ, എനിക്ക് വേണ്ടി. പ്രിയമുള്ളവരെ,
അതുപോലെ നിങ്ങൾ സമൃദ്ധിയോടെ നടത്തുവാൻ. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു കാര്യം കൂടെ കർത്താവ് ഇടപെടുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും പങ്കുവെക്കാനുള്ളതാണ്, ഷെയർ ചെയ്യാനുള്ളതാണ്. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് മാത്രം അനുഭവിക്കാനോ എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല, നിങ്ങളുടെ ആവശ്യത്തിന് ശേഷം മറ്റുള്ളവർക്കൂടി. അതാണ് ദൈവരാജ്യം. അവിടെയാണ് ക്രിസ്തുവിന് സമത്വം. അവിടെയാണ് അവരിൽ ആർക്കും മുട്ടുണ്ടായിരുന്നില്ല എന്ന് കാണുന്നത്. അതാണ് ദൈവസഭ, അതാണ് ദൈവമഹത്വം. നമുക്ക് ഇന്ന് പാൽക്കാലവും കർത്താവിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കാം. കരുതുന്ന ഒരു കർത്താവ് ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കും.